ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്കോ ബ്ലൂം എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു ഫിഷ് മോളി തയ്യാറാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 കരിമീനാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി നീളത്തിലരിഞ്ഞത്, 6 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പട്ട, 6 ഗ്രാമ്പു, 1 ഏലക്ക, പകുതി നാരങ്ങ, 2 തക്കാളി, കടുക് വറുക്കാനായിട്ട് 2 വറ്റൽമുളകും കറിവേപ്പിലയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഈ കുരുവൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടൊന്ന് പുരട്ടി മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി മിക്സ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഈ മീൻ കഷ്ണങ്ങളിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് വശവും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിയൊക്കെ വഴന്നു വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം. കോക്കനട്ട് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ഒന്ന് കലക്കിയെടുക്കണം. ഈ ഉള്ളിയിലേക്ക് പച്ചമുളകും ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടി നല്ലതുപോലെ മൂത്ത് വരണ്ട, പച്ചമണം മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചെറിയ ഫ്ലെയിം വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടി ലൂസാക്കി വേണം ഒഴിക്കേണ്ടത്. പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ പാലാണ് ഇതിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് ഒഴിക്കേണ്ടത്. 2ാമത്തെ പാൽ ചേർത്തിട്ട് വേണം മീൻ വേവിച്ചെടുക്കാൻ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1ാം പാൽ തയ്യാറാക്കാം. ഇതിൽ ഇനി ഒരു 1/2 കപ്പ് പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് അധികം വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിക്കാണ് ഞാനിവിടെ കലക്കിയെടുക്കുന്നത്. കട്ടിക്ക് കലക്കിയ പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടാകും.
ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ അരപ്പിലേക്ക് തന്നെ താഴ്ത്തി വയ്ക്കണം. തക്കാളി ഇനി റൗണ്ടായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചത് തക്കാളി ഈ കറിയുടെ മീതെ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. മൂടി വെച്ച് ചെറിയ തീ വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. കറി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടി കുറച്ച് കലക്കിയ 1 പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്. പാലൊഴിച്ചതിന് ശേഷം കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. ഇനി ഒരു ടീസ്പൂൺ വിനീഗർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫിഷ് മോളി തയ്യാറായി കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.